ഹലോ, എല്ലാവർക്കും നമസ്കാരം. NCM വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷാ തീയതികളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി പഠനത്തിൻ്റെ നാളുകളാണ്. ആഘോഷങ്ങളിൽ നിന്നും പഠനത്തിലേക്ക് പോകേണ്ട നാളുകളാണ്. എല്ലാവരും വ്യക്തമായിട്ടുള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ് ഈ ഒരു സാക്ഷരതാ മിഷൻ്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിലേക്ക് വന്നിട്ടുള്ളത്. ഉറച്ച കാൽവയ്പോടുകൂടി മുന്നോട്ടേക്ക് പോവുക. ഇന്ന് നമ്മൾ ഭൗതികശാസ്ത്രത്തിലെ പുതിയൊരു അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു അധ്യായമാണ് ചലനവും ഊർജവും എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ചലനവും ഊർജവും എന്നുള്ള അധ്യായമാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഇപ്പം ചലനവും ഊർജവും, അപ്പം അതിൽ ഒന്നാമത്തെ വാക്കായിട്ടുള്ള ചലനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ചലനം എന്ന് പറയാം. ഉദാഹരണത്തിന്, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി വീട്ടിൽ നിന്ന് തൊട്ടടുത്ത കടയിലേക്കോ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു വീട്ടിലേക്കോ പോയി കഴിഞ്ഞാൽ ഞാനെന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ചലനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ചലനം എന്ന് പറയുന്നത്. അപ്പൊ ചലനം പറയുന്ന സമയത്ത് ആ ചലനം സംഭവിച്ചോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വസ്തുവിനെ കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുൽമേടുകളിൽ പശു മേയുന്നുണ്ടാവും. ആ സമയത്ത് ഒരു കാക്ക വന്ന് അതിൻ്റെ പുറത്തിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ, പശുവും കാക്കയും രണ്ട് വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ കാക്കക്ക് ചലനം സംഭവിച്ചോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വസ്തുവിനെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന്, പശുവിൻ്റെ മുകളിലിരിക്കുന്ന കാക്കക്ക് ചലനം സംഭവിക്കുന്നുണ്ട്. ഏതിനെ അപേക്ഷിച്ച്? പശുവിനെ അപേക്ഷിച്ചിട്ട് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതിൻ്റെ പുറത്താണ് കാക്ക ഇരിക്കുന്നത്. അപ്പൊ പശുവിനെ അപേക്ഷിച്ച് കാക്കക്ക് ചലനമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് പുറത്ത് നിൽക്കുന്ന ഒരു മരമോ അല്ലെങ്കിൽ ഭൂമിയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ കാക്കക്ക് ചലനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുവിനെ ആധാരമാക്കിയിട്ടാണ് മറ്റൊരു വസ്തുവിൻ്റെ ചലനം സംഭവിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഈ ആധാരമാക്കി എടുക്കുന്ന വസ്തുവിനെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അവലംബക വസ്തു. അവലംബക വസ്തു. നിങ്ങൾ കേട്ടിട്ടുള്ള പേര് തന്നെ ആയിരിക്കും അവലംബകം എന്നുള്ളത്. അതായത് ഏതിനെയാണോ നമ്മൾ ആധാരമാക്കി എടുക്കുന്നത് അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചലനം സംഭവിച്ചോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വസ്തുവിനെ ആധാരമാക്കിയെടുക്കും. അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. വേറൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ബസ്സിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയാളും ചലിക്കുന്നില്ല. കാരണം തൊട്ടടുത്ത ആളെയാണ് നമ്മൾ അവലംബക വസ്തുവാക്കി എടുത്തിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ബസ്സിന് പുറത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റിനെയോ വെയിറ്റിംഗ് ഷെൽട്ടറിനെയോ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ചലനം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ ചലനം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആധാരമാക്കി എടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് അവലംബക വസ്തു. അപ്പൊ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരു വസ്തുവിന് ചലനം സംഭവിച്ചോ ഇല്ലയോ എന്ന് പറയാൻ നമുക്കൊരു വസ്തുവിനെ ആധാരമാക്കി എടുക്കേണ്ടതുണ്ട്. ആ ആധാരമാക്കി എടുക്കുന്ന വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് അവലംബക വസ്തു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്. ഒന്ന് ദൂരം, മറ്റൊന്ന് സ്ഥാനാന്തരം. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ദൂരം എല്ലാവർക്കും പരിചിതമായിരിക്കും. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പുസ്തകമായിരിക്കും. അപ്പൊ എന്താണ് ദൂരവും സ്ഥാനാന്തരവും? ഇത് തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ വീട്ടിൽ നിന്നും യാത്ര തുടരുകയാണ്. നമ്മുടെ സാക്ഷരതാ കേന്ദ്രത്തിലേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട് ഇവിടെയുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിദ്യാലയം അഥവാ സ്കൂള് ഈ ഒരു സ്ഥലത്തുമാണ് ഉള്ളത് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ സ്കൂള്. വീടിനെ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം, സ്കൂളിനെ നമുക്ക് B എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം.
അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം വെയിറ്റിംഗ് ഷെഡിൽ പോയി ബസ്സിൽ കയറി ബസ്സിൽ നിന്നാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകുക. അപ്പോൾ ഇതാ എ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നുള്ള ഒരു വ്യക്തി രാവിലെ നല്ല കുളിച്ച് സുന്ദരനോ സുന്ദരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഇതാ അവൻ്റെ വെയിറ്റിംഗ് ഷെഡിലേക്ക് എത്തുന്നു. വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ബസ് കയറി ബസ്സിലൂടെ നമ്മൾ സ്കൂളിൻ്റെ മുറ്റത്ത് പോയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീട് തൊട്ടിട്ട് സ്കൂൾ വരെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എത്രമാത്രം ആ വ്യക്തി സഞ്ചരിച്ചു, ആ സഞ്ചരിച്ച പാതയുടെ നീളത്തിനെ പറയുന്ന പേരാണ് ദൂരം. മനസ്സിലായല്ലോ? എത്ര ദൂരം അദ്ദേഹം സഞ്ചരിച്ചു അതിന് പറയുന്ന പേരാണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് എത്തുന്നു. 5 കിലോമീറ്റർ ആണ് നമ്മൾ സഞ്ചരിച്ചത്. അതിനുശേഷം എന്ത് ചെയ്യും? സ്കൂളിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ബസ് കയറി വരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര ദൂരം അയാൾ സഞ്ചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 അങ്ങോട്ടേക്കും അതുപോലെ തന്നെ 5 തുടർന്ന് വീട്ടിലേക്കും, അങ്ങനെ ടോട്ടൽ 10 കിലോമീറ്റർ ദൂരമാണ് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം സഞ്ചരിച്ചിട്ടുള്ളത്. 5 കിലോമീറ്റർ ആണ് നമ്മൾ ദൂരം വെക്കുന്നതെങ്കിൽ അങ്ങനെയാണല്ലോ. കാരണം രാവിലെ ഇറങ്ങി സ്കൂളിലേക്ക് 5 കിലോമീറ്റർ, അതിനുശേഷം സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് 5 കിലോമീറ്റർ, അങ്ങനെ സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തിന് പറയുന്ന പേരാണ് ദൂരം. എന്നാൽ എന്താണ് സ്ഥാനാന്തരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന വീട് മുതൽ ബി എന്ന് പറയുന്ന സ്കൂൾ വരെയാണ് അയാൾക്ക് സഞ്ചരിക്കാനുള്ളത്. അപ്പൊ എ മുതൽ ബി വരെയുള്ള നേർരേഖാ ദൂരത്തിന് പറയുന്ന പേരാണ് നമുക്ക് സ്ഥാനാന്തരം എന്നുള്ളത്. എ മുതൽ ബി വരെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. അതായത് നേർരേഖയിൽ നമ്മളൊരു സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട് ആ ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്ഥാനാന്തരം എന്ന് പറയാം. ഉദാഹരണത്തിന് വീട് മുതൽ സ്കൂൾ വരെ നമ്മൾ നേരെ ഒരു സ്കെയിൽ എടുത്ത് അളന്നു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുകയെന്ന് കരുതുക. അതായത് വളവും തിരിവും ഒന്നുമില്ല, നേരെ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ എ മുതൽ ബി വരെ നേരെ വരച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 കിലോമീറ്റർ ആണ് ദൂരം. അതായത് ബസ്സിൽ പോയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് എത്താൻ 5 കിലോമീറ്റർ, പക്ഷെ നമ്മൾ വീട് മുതൽ സ്കൂൾ വരെ നേർരേഖയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ 2 കിലോമീറ്റർ ആണ് ഇവിടെയുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ പോയി എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെയുള്ള നേർരേഖാ ദൂരമാണ് നമ്മുടെ 2 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൈകിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തും അല്ലെ. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എയിൽ തന്നെ എത്തുകയാണ് ചെയ്യുന്നത്. രാവിലെ പോയി ബിയിലെത്തി, ബിന്ന് നേരെ വീണ്ടും എയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എത്രയാ സ്ഥാനാന്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ പറയേണ്ടത്? അത് 0 കാരണം എന്താ? നമ്മുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ്. ഇപ്പൊ രാവിലത്തെ കേസില് വീട് മുതൽ സ്കൂൾ വരെ, വീട് എന്ന് പറയുന്നത് ആദ്യസ്ഥാനം, സ്കൂൾ എന്ന് പറയുന്നത് അന്ത്യസ്ഥാനം. അപ്പൊ അവിടെ നേർരേഖാ ദൂരം എത്രയാണ്? 2 കിലോമീറ്റർ. എന്നാൽ തിരിച്ചു വീട്ടിലെത്തുന്ന സമയത്ത് ആദ്യസ്ഥാനവും വീടാണ്, അന്ത്യസ്ഥാനവും വീടാണ്. അപ്പൊ അങ്ങനെ വൈകുന്നേരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥാനാന്തരം 0. അപ്പൊ നിങ്ങൾ ഇത്ര അറിയണ്ടോ, സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ഥാനാന്തരം. അപ്പൊ ഇവിടുത്തെ കേസില് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളെ കുറിച്ചും ദിശ ചേർത്ത് പറയേണ്ടാത്ത അളവുകളെ കുറിച്ചുമാണ്. അതിനെ നമ്മൾ ശാസ്ത്രത്തിന്റെ ടേമിൽ പറയുന്നതാണ് സദിശ അളവുകൾ എന്നും അതിശ അളവുകൾ എന്നും. സദിശം, അതിശം. ഓക്കെ, ദിശ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് സദിശ അളവ്. ദിശ ചേർത്തിട്ടില്ലാത്തത് അതിശ അളവ്. ഓക്കെ, ചേർത്തിട്ടുള്ളത് എന്താണ്? സദിശ അളവ്. ദിശ ചേർത്തിട്ടില്ലെങ്കിൽ അത് അതിശ അളവുകൾ. അപ്പൊ ഈ 2 അളവുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ദിശ ചേർത്തിട്ട് പറയുന്നതാണ് സദിശ അളവ്. നമ്മൾ സ്ഥാനാന്തരം പറയുന്ന സമയത്ത് അവിടെ ദിശ ചേർത്ത് പറയും. ഇത്ര ദിശയിലേക്കാണ് പോയിട്ടുള്ളത്, കിഴക്ക് ദിശയിലേക്കാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ദിശ ചേർത്തിട്ട് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ സ്ഥാനാന്തരം. ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രവേഗം, അതുപോലെ തന്നെ ത്വരണം. ഈ 3 അളവുകളും എന്താണ്?
ദിശ ചേർത്ത് പറയേണ്ടതാണ്. അപ്പൊ അതിനെയാണ് സദിശ അളവുകൾ. സദിശ അതായത് ദിശ ചേർത്ത് പറയുന്നത്. ഉദാഹരണം ഓർമ്മിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട്. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ഇതൊക്കെയാണ് സദിശ അളവുകൾ. ഇനി ദിശയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ പറയുകൊണ്ട് അപ്പൊ അത്തരത്തിലുള്ള ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അദിശ അളവാണ്. അതുപോലെ തന്നെ സമയത്തിന് നമ്മൾ ദിശയൊന്നും ചേർക്കാറില്ലല്ലോ, എത്ര സമയമായി എന്ന് പറയില്ലേ ചെയ്യും. അപ്പൊ അത് നമ്മുടെ അദിശ അളവിന് ഉദാഹരണമാണ്. ഇപ്പൊ ദൂരം, സമയം, നിങ്ങൾ കണക്കിൽ പഠിക്കുന്ന പരപ്പളവിനൊന്നും നമ്മൾ ദിശ പറയില്ലല്ലോ. ഇത്ര മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പരപ്പളവ് എന്നല്ലേ പറയും. അതുപോലെ തന്നെ വ്യാപ്തം, ഇത്തരത്തിലുള്ള ദിശയൊന്നും ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. ദിശ ആവശ്യമുള്ളതാണ് സദിശ അളവുകൾ. മാറിപ്പോകരുത്. ദിശ ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ സദിശം, അപ്പൊ ദിശയോട് കൂടിയത്. അതിനുദാഹരണമാണ് സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. ദിശ വേണ്ട, അതാണ് അദിശം. അതിനുദാഹരണമാണ് ദൂരം, സമയം, പരപ്പളവ്, വ്യാപ്തം. തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കാം. നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചില ചുള്ളന്മാർ ബൈക്ക് എടുത്തിട്ട് നല്ല സ്പീഡിൽ പോകും. അപ്പൊ നമ്മൾ പറയും എന്തൊരു വേഗത്തിലാണ് പോകുന്നത്, ഈ രീതിയിലല്ലേ നമ്മൾ പറയാം. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതും അതിനെ കുറിച്ചിട്ടാണ്. എന്താണ് വേഗം, അതായത് വേഗത എങ്ങനെയാണ് ഇത് കണക്കാക്കുക. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് നമ്മൾ പറയും. ഇപ്പൊ സ്പീഡിന്റെ മലയാളമാണ് വേഗത എന്ന് പറയുന്നത്. ഇപ്പൊ ശാസ്ത്രത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് വേഗത എന്ന് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തിയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിച്ച പാതയുടെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. ആ ദൂരത്തിന് വേണ്ടിയിട്ട്, ആ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു, ആ സമയത്തിന്, അതായത് ദൂരത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വേഗം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് സമയത്തിൽ ഉണ്ടായിട്ടുള്ള ദൂരം എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വേഗത എന്ന് പറയാം. അപ്പൊ വേഗത കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്ക് ഇങ്ങനെ എഴുതാം. ദൂരത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ വേഗത കിട്ടും. ഓക്കെ, ഇപ്പൊ ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് സഞ്ചരിച്ചു, ആ സഞ്ചരിച്ചതിന്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എത്ര ദൂരം സഞ്ചരിച്ചു അതിന് എത്ര സമയമാണ് ആ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്, അതിനെ നേരെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വേഗത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു യൂണിറ്റ് വേണം അല്ലെ. ദൂരത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, മീറ്റർ ആണ്. മീറ്ററിലാണ് നമ്മൾ ദൂരം പ്രഖ്യാപിക്കുക. സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇത്ര സെക്കൻഡ് സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേഗതയുടെ യൂണിറ്റ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് എന്താണ്, മീറ്റർ ഹരിക്കണം സെക്കൻഡ്, അഥവാ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് വേഗതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് കണക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ചോദ്യത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. ഒരു വ്യക്തി 12 സെക്കൻഡ് സമയം കൊണ്ട് 60 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വേഗത എത്രയാണ്? ഇത്രയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. എന്താണ് വേഗത എന്ന് പറയുന്നത്, ദൂരം ബൈ സമയമാണ്. സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, അത് 60 മീറ്റർ ആണ്. ഓക്കെ, അതിനെടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്, 12 സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ വേഗം എത്രയാണ്, അഥവാ വേഗത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദൂരത്തിന് സമയം കൊണ്ട് ഹരിക്കണം. ഇത്രയേ ഉള്ളൂ. 60 മീറ്റർ ഹരിക്കണം 12 സെക്കൻഡ്. 60നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12 5 60 അല്ലെ. അപ്പൊ 60നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 5. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ. ഇപ്പൊ പരീക്ഷക്ക് വേഗത കാണാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ദൂരം തരും, സമയം തരും, രണ്ടിനൊന്ന് ഹരിച്ചിട്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം. ഓക്കെ, അപ്പൊ എന്താണ് വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, വേഗത എന്ന് പറയുന്നത്. വേഗത കണക്കാക്കാനുള്ള സമവാക്യമാണ് വേഗത സമം ദൂരം ബൈ സമയം. യൂണിറ്റ് മറക്കരുത്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിന്റെ ഒരു കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെന്ന് എടുത്തെഴുതുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ദൂരവും സമയമാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേഗതയാണ്. അപ്പൊ ദൂരത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി.
അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രവേഗം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വേഗം നമ്മൾ പറഞ്ഞു ദൂരം ബൈ സമയമാണ്. ഇനി നമ്മൾ അടുത്തത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രവേഗത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്രവേഗം എന്ന് പറയുന്നത്? ഒന്നുമില്ല, പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്ഥാനാന്തരത്തിന് എന്തുകൊണ്ട് ഹരിക്കണം? സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരത്തിന് പറയുന്ന പേരാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ആ സ്ഥാനാന്തരത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പ്രവേഗം കിട്ടി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്കില് വേഗതയായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പൊ വേഗത കണ്ടുപിടിക്കാൻ ദൂരം ബൈ സമയം, പ്രവേഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ഥാനാന്തരം ബൈ സമയം ചെയ്താൽ മതി. അപ്പൊ ചോദ്യത്തിൽ സ്ഥാനാന്തരം തരും, സമയം തരും. അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരായി. അപ്പൊ ഇതാണ് പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു ചിത്രം വരയ്ക്കാം. എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തി എ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. അയാൾക്ക് ബി എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ എ മുതൽ ബി വരെ എന്ത് ചെയ്യും? സഞ്ചരിക്കും. ഓക്കെ, അതിനുശേഷം അയാൾ സി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് എത്തുകയാണ്. സി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് എത്തുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? എയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറയുന്ന ഒരു വ്യക്തി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ബി നിന്ന് സിയിലേക്ക് പോകുന്നു, സി നിന്ന് വീണ്ടും എയിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. എ മുതൽ ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. എ മുതൽ ബി വരെ 4 മീറ്റർ. ഓക്കെ, എ മുതൽ സി വരെ 3 മീറ്റർ. ഓക്കെ, ദെൻ ബി മുതൽ സി വരെ നമുക്ക് 5 മീറ്റർ ആണെന്ന് കരുതാം. അപ്പൊ ഇതിന് ശേഷം നമ്മൾ വേഗവും അതുപോലെ തന്നെ പ്രവേഗവും ഇവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എത്രയാണ് അദ്ദേഹത്തിന് സംഭവിച്ച സ്ഥാനാന്തരം, എത്രയാണ് അദ്ദേഹത്തിന് സംഭവിച്ച ദൂരം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എ മുതൽ ബി വരെ നമുക്ക് 4 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇത് സഞ്ചരിക്കാൻ എടുത്തിട്ടുള്ള സമയം 2 സെക്കൻഡ് ആണെന്ന് കരുതുക. ഓക്കെ, അത് സഞ്ചരിക്കാൻ എടുത്തിട്ടുള്ള സമയം 2 സെക്കൻഡ് ആണെന്ന് കരുതുക. ബി മുതൽ സി വരെ സഞ്ചരിച്ച ദൂരാണ് 5 മീറ്റർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു ഏകദേശം നമുക്കൊരു 5 സെക്കൻഡ് സമയം ഇവിടെ കൊടുക്കാം. ഓക്കെ, 5 സെക്കൻഡ് ആണെന്ന് കരുതുക. ഇനി സി മുതൽ എ വരെയുള്ള ദൂരം സഞ്ചരിക്കാൻ എടുത്തത് ഒരു 3 സെക്കൻഡ് ആണെന്ന് കരുതുക. അപ്പൊ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വ്യക്തി എ മുതൽ ബി വരെ സഞ്ചരിക്കുന്നു, 4 മീറ്റർ ദൂരം, 2 സെക്കൻഡ് സമയം. ബി മുതൽ സി വരെ സഞ്ചരിക്കുന്നു, 5 മീറ്റർ ദൂരം, 5 സെക്കൻഡ് സമയം. സി മുതൽ എ വരെ സഞ്ചരിക്കുന്നു, 3 മീറ്റർ ദൂരം, 3 സെക്കൻഡ് ആണ് സമയം എടുത്തിട്ടുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എ മുതൽ ബി വരെ ആള് സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് പറയാലോ എത്രയാണ്? 4 മീറ്റർ. ഓക്കെ, ദെൻ എ മുതൽ ബി വരെ 2 സെക്കൻഡ് സമയം കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ വേഗത സമം എന്ത് ചെയ്യണം? എത്രയാണോ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് അതിനെടുത്തിട്ടുള്ള സമയം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എത്രയാ? 4 മീറ്റർ ഹരിക്കണം 2 സെക്കൻഡ്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 4നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എ മുതൽ ബി വരെയുള്ള അദ്ദേഹത്തിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള പ്രവേഗം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? നേർരേഖ ദൂരമല്ലേ, സ്ഥാനാന്തരം ബൈ സമയമാണ് ചെയ്യേണ്ടത്. എ മുതൽ ബി വരെയുള്ള നേർരേഖ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പ്രവേഗം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 4 മീറ്റർ ബൈ 2 സെക്കൻഡ്, ദാറ്റ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെയുള്ള പ്രവേഗവും അതുപോലെ തന്നെ വേഗതയും എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നു. ആ വ്യക്തി എ മുതൽ ബി വരെ പോയി, ബി മുതൽ സി വരെ പോയി. അപ്പോൾ എ മുതൽ സി വരെ അദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എ മുതൽ സി വരെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 4 മീറ്റർ സഞ്ചരിച്ചു, അതിനുശേഷം ഇവിടെ ഒരു 5 മീറ്ററും കൂടി സഞ്ചരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 4 മീറ്റർ പ്ലസ്
5 മീറ്റർ. എത്ര വരിക? 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 മീറ്റർ ആണ് എ മുതൽ സി വരെ അദ്ദേഹം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. എത്രയാണ്? 9 മീറ്റർ ആണ് എ മുതൽ ബി വരെ അദ്ദേഹം സഞ്ചരിച്ച നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ എ മുതൽ സി വരെയുള്ള ദൂരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ മുതൽ സി വരെ ആ വ്യക്തിക്ക് ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? എ മുതൽ സി വരെ ആ വ്യക്തിക്ക് ഉണ്ടായുള്ള സ്ഥാനാന്തരം ചോദിച്ചിട്ടുള്ളത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരം. ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്നതാണ് ആദ്യ സ്ഥാനം, സി എന്ന് പറയുന്നതാണ് അന്ത്യസ്ഥാനം. അപ്പൊ ഇത് തമ്മിലുള്ള നേർരേഖ ദൂരല്ലേ വേണ്ടു. അപ്പൊ എത്രയാ അവിടെ സ്ഥാനാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ? ഇവിടെ എത്ര വരും? എ മുതൽ സി വരെയുള്ള സ്ഥാനാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 3 മീറ്റർ. മനസ്സിലായോ വ്യത്യാസം? 3 മീറ്റർ ആണ് അവിടെ ഉണ്ടായ സ്ഥാനാന്തരം. ഇപ്പൊ എ മുതൽ സി വരെ എത്ര ദൂരം സഞ്ചരിച്ചു? 4 + 5 9 മീറ്റർ. എ മുതൽ സി വരെ ആ വ്യക്തിക്ക് ഉണ്ടായ സ്ഥാനാന്തരം എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ നേർരേഖാ ദൂരം എ മുതൽ സി വരെ അതാണ് 3 മീറ്റർ. ഇപ്പൊ വ്യത്യാസം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ചോദിക്കാം. നമ്മുടെ വ്യക്തി എ മുതൽ ബി വരെ പോയി, ബി മുതൽ സി വരെ പോയി, സി മുതൽ വീണ്ടും എയിൽ പോകുന്നു. അതായത് നേരത്തെ പറഞ്ഞ കേസ് തന്നെ, വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എ മുതൽ എ വരെ ആ വ്യക്തി സഞ്ചരിച്ച ദൂരം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ഉം 5ഉം 3ഉം കൂടി കൂട്ടണം. 4ഉം 5ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 4 5 9, 9 3 12 മീറ്റർ ആണ് അദ്ദേഹം ടോട്ടൽ ആയിട്ട് സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി ആ വ്യക്തിക്ക് ഉണ്ടായ സ്ഥാനാന്തരം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പോയി ബിയിൽ പോയി സി ദെൻ വീണ്ടും എയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ സ്ഥാനാന്തരം എന്താ? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം. അപ്പൊ ആദ്യ സ്ഥാനം എടുത്തു കഴിഞ്ഞാലും അന്ത്യസ്ഥാനം എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഏതന്നെയല്ലേ വരുന്നത്? അപ്പൊ എത്രയാ സ്ഥാനാന്തരം? 0 മീറ്റർ. മനസ്സിലായോ? അപ്പൊ ഇവിടെയുള്ള കേസിൽ നമുക്ക് ഇത് ചോദിക്കാം. എത്രയാണ് ഇദ്ദേഹത്തിന്റെ വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മുതൽ ബി വരെ പോയി, ബി മുതൽ സി വരെ, സി മുതൽ എ വരെ എത്രയാ വേഗത കണക്കാക്കാൻ എന്താ വേണ്ടത്? ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ സമയം. ഇപ്പൊ എത്ര പേര് ഇവിടെ 12 മീറ്റർ അല്ലേ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതായത് ആ യാത്രയിലുള്ള ടോട്ടൽ വേഗത എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മീറ്റർ ആണ് അദ്ദേഹം ടോട്ടൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അതിനെടുത്തിട്ടുള്ള സമയം കൊണ്ട് ഹരിക്കണം. 2 സെക്കൻഡ്, 5 സെക്കൻഡ്, 3 സെക്കൻഡ്. അതായത് 2 5 7 3 10 സെക്കൻഡ്. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 12 മീറ്റർ ഹരിക്കണം 10 സെക്കൻഡ്. എത്ര കിട്ടുക? ഇപ്പൊ ഇവിടെ വേഗത ചോദിച്ചു കഴിഞ്ഞാൽ 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ യാത്രയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള വേഗത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയണം? എ മുതൽ എ വരെ എത്തുന്ന പ്രവേഗം എത്രയാണ്? ഇപ്പൊ എ മുതൽ എ വരെ എത്തുന്ന സമയത്ത് ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം ഏതന്നെയാണ്? അതുകൊണ്ട് അവിടെ സ്ഥാനാന്തരം സംഭവിച്ചിനോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 0 മീറ്റർ ഹരിക്കണം എടുത്തിട്ടുള്ള ടോട്ടൽ സമയം 10 സെക്കൻഡ്. എത്ര വരിക? 0 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? അപ്പൊ വേഗത ചോദിച്ചു കഴിഞ്ഞാൽ 1.2 മീറ്റർ പെർ സെക്കൻഡും വരും. അതുപോലെ തന്നെ പ്രവേഗം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 0 വരുന്നത്. ഇത്തരത്തിലുള്ള കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ ത്രികോണം വരച്ചിട്ടാണ് നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കുക. അപ്പൊ ദൂരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എത്ര ദൂരം ആകെ സഞ്ചരിച്ചെന്ന് കണ്ടുപിടിക്കുക. അവിടെ വേഗത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൂരത്തിന് എത്ര സമയത്തുകൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളതെന്നുകൊണ്ട് ഹരിച്ചാൽ മതി. നമ്മുടെ ഇവിടെ പ്രവേഗമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആദ്യ സ്ഥാനം എവിടെയാണ് അന്ത്യസ്ഥാനം നോക്കാം. അവിടെ നിന്ന് നേരെ രേഖ അങ്ങ് വരച്ചോളാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ മുതൽ സി വരെ എത്രയാ സ്ഥാനാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ നേർരേഖ ദൂരം എടുത്താൽ 3 മീറ്റർ. എത്ര ദൂരം സഞ്ചരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ 4 മീറ്റർ 5 മീറ്റർ 9 മീറ്റർ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേഗവും പ്രവേഗവും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ചലനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയാണ്. അതായത് തുല്യ സമയത്ത് തുല്യ ദൂരമാണോ സഞ്ചരിക്കുന്നത്, തുല്യ സമയത്തിൽ തുല്യ ദൂരമല്ലയോ സഞ്ചരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചലനത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് സമചലനവും അതുപോലെ തന്നെ അസമചലനവും. സമചലനവും അതുപോലെ തന്നെ അസമചലനവും. പേരും തന്നെ ഇത് വ്യക്തമാണ് നിങ്ങൾക്ക്. സമമായിട്ടുള്ള ഇടവേളകളിലാണ് സമമായിട്ടുള്ള ദൂരം സഞ്ചരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സമചലനം എന്ന് പറയും.
അതായത് ഒരു ഇടവേള എടുക്കുന്നു 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ 5 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അടുത്ത 10 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലും ഇതേ 5 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതായത് തുല്യമായിട്ടുള്ള ഇടവേളകളിൽ തുല്യമായിട്ടുള്ള ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളത് സമചലനം, സമമായത്, ഒരു മാറ്റവും. എന്നാൽ ആദ്യത്തെ 10 സെക്കൻഡ് 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 10 സെക്കൻഡ് 2 മീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ, അടുത്തൊരു 10 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 3 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ എന്താ, തുല്യമായ ഇടവേളകളിൽ തുല്യമായിട്ടുള്ള ദൂരമല്ല സഞ്ചരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ചലനത്തിന് പറയുന്ന പേരാണ് അസമചലനം. വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. തുല്യമാണെങ്കിൽ അത് സമം, തുല്യമല്ല എങ്കിൽ, അതായത് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണെങ്കിൽ അത് സമചലനം, തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമല്ലെങ്കിൽ അത് അസമചലനം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്തൊരു സംഭവമാണ് ത്വരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ആക്സിലറേഷൻ എന്ന് പറയും. വണ്ടിന്റെ ഒക്കെ ആക്സിലറേറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചവിട്ടുന്ന, മാമുക്ക പറഞ്ഞ പോലെ ആ വലത്തേ കാലിന്റെ അടിയിലുള്ള സാധനം ആക്സിലറേറ്റർ. അപ്പൊ ഇതിന്റെ മലയാളമാണ് നമ്മുടെ ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ അഥവാ ത്വരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രവേഗത്തിനെ കുറിച്ചിട്ട് അറിയാം. അതായത് സ്ഥാനാന്തരത്തിന് സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രവേഗം എന്ന് പഠിച്ചിട്ടുണ്ട്. ആ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെ പറയുന്ന പേരാണ് ത്വരണം. അപ്പൊ ത്വരണം എന്ന് പറയുന്നത് പ്രവേഗ മാറ്റം ഹരിക്കണം അതിനെടുത്തിട്ടുള്ള സമയം. ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും. ഇപ്പോൾ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രവേഗമാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇത്ര സമയത്തിനുള്ളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടും കൂടി ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ത്വരണം. പ്രവേഗത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിനെ ഒന്നും കൂടി സമയത്തിനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണത്തിന്റെ യൂണിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ ഹരിക്കുന്ന സമയത്ത് ത്വരണത്തിന്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മീറ്റർ ഹരിക്കണം സെക്കൻഡ് സ്ക്വയർ. അഥവാ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായല്ലോ? അതായത് പ്രവേഗമാറ്റം മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിനൊന്നും കൂടി സമയം കൊണ്ട് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ? ഇപ്പൊ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ പറയുന്ന പേരാണ് നമ്മൾ ത്വരണം. ഇപ്പൊ ത്വരണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രവേഗമാറ്റം ഹരിക്കണം സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ ത്വരണം കിട്ടും. യൂണിറ്റ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ദൂരം പറഞ്ഞു, സ്ഥാനാന്തരം പറഞ്ഞു, പ്രവേഗം പറഞ്ഞു, അതുപോലെ തന്നെ ത്വരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളെ ന്യൂട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കുറച്ച് ചലന നിയമങ്ങളും അതുപോലെ തന്നെ ചലനത്തിന്റെ സമവാക്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ചലന സമവാക്യങ്ങളാണ്. ഇപ്പോൾ 3 ചലന സമവാക്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാനൊന്നും ചോദിക്കൂല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ അതിന്റെ ചലന സമവാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് പദങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് നമ്മുടെ ആദ്യ പ്രവേഗം, അതായത് ആദ്യമുള്ള പ്രവേഗത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് യു എന്ന് പറയുന്നത്. ചെറിയ അക്ഷരം യു ആണ് ആദ്യ പ്രവേഗം. അതായത് ഒരു വസ്തുവിന് തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രവേഗം എത്രയാണോ അതിനെയാണ് നമ്മൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി ഇത് ലാസ്റ്റ് ഒരു പ്രവേഗമാണല്ലോ, അതിനെ പറയുന്ന പേരാണ് അന്ത്യപ്രവേഗം. ആ അന്ത്യപ്രവേഗത്തിനെ പറയുന്നത് സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഇനി പ്രവേഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാനാന്തരം ഉപയോഗിക്കുക. സ്ഥാനാന്തരത്തിന് സമയം കൊണ്ട് ഹരിച്ചാലല്ലേ എന്ത് കിട്ടുക? നമുക്ക് പ്രവേഗം കിട്ടുക. ആ സ്ഥാനാന്തരത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ചെറിയ അക്ഷരം എസ് കൊണ്ടാണ്. ദെൻ സമയത്തെ സൂചിപ്പിക്കുന്നത് സെക്കൻഡ് അല്ലേ, സമയത്തിന്റെ യൂണിറ്റ്, അതിനെ നമ്മൾ ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്, ടൈം. ഓക്കെ, ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യ പ്രവേഗം യു, അന്ത്യപ്രവേഗം വി, സ്ഥാനാന്തരം എസ്, സമയം ടി എന്നിങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്ററിലെ അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചലന സമവാക്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചലന സമവാക്യം, ഒന്നാമത്തെ ചലന സമവാക്യം എന്ന് പറയുന്നത് വി സമം യു പ്ലസ് എ ടി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് എ എന്നും കൂടി എഴുതണം അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ത്വരണം എന്ന് പറയുന്നത്. ത്വരണം, ആക്സിലറേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
ത്വരണം എ, ആദ്യ പ്രവേഗം u, അന്ത്യപ്രവേഗം v, സ്ഥാനാന്തരം s, സമയം t ആയി കഴിഞ്ഞാൽ ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന സമവാക്യം ഇതാണ്. v സമം u പ്ലസ് t. ഇപ്പൊ എന്താ v എന്ന് കിട്ടുമല്ലോ, അന്ത്യപ്രവേഗം. u എന്താണ്, ആദ്യ പ്രവേഗം. a എന്താണ്, ത്വരണം. t എന്താണ്, സമയം. ഇതാണ് ഒന്നാമത്തെ ചലന സമവാക്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചലന സമവാക്യം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ സ്ഥാനാന്തരത്തിനെയാണ് പറയുന്നത്. s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ, അര at സ്ക്വയർ. s is equal to സ്ഥാനാന്തരം എന്ന് പറയുന്നത് ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. ഇതാണ് രണ്ടാമത്തെ ചലന സമവാക്യം. u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, t സമയം, a എന്ന് പറയുന്നത് ത്വരണം, t again നമ്മുടെ സമയം. ഇതാണ് രണ്ടാമത്തെ ചലന സമവാക്യം. മൂന്നാമത്തെ ചലന സമവാക്യമാണ് v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. എന്താണ് നോക്കിക്കോ, v എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, a എന്ന് പറയുന്നത് ത്വരണം, s എന്ന് പറയുന്നത് സ്ഥാനാന്തരം. അപ്പൊ ഈ മൂന്ന് സമവാക്യങ്ങളാണ് നമ്മുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതെന്താണെന്ന് നോക്കണ്ട, ഇതിലുള്ള ടേം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ ഇക്വേഷൻ നോക്കുക. മൂന്ന് ഇക്വേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് v is equal to u plus at, രണ്ടാമത്തത് s is equal to ut plus half at square, v square is equal to u square plus 2as. ഇതാണ് മൂന്ന് ചലന സമവാക്യങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ ആദ്യ പ്രവേഗം ഇത്ര തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗം ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് സംഭവിച്ചിട്ടുള്ള സ്ഥാനാന്തരത്തിൽ എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചലന സമവാക്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായാലും ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ മൂന്ന് ചലന സമവാക്യങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഓക്കെ, v is equal to, ഒന്ന് എൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. v is equal to u plus at, ഒന്നാമത്തെ ചലന സമവാക്യം. s is equal to ut plus half at square, രണ്ടാമത്തെ ചലന സമവാക്യം. മൂന്നാമത്തെ ചലന സമവാക്യം v square is equal to u square plus 2as. ഇതാണ് മൂന്ന് ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാം. ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മൂന്ന് നിയമങ്ങൾ കൂടിയുണ്ട്. ഇത് കണ്ടുപിടിച്ചത് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് ഇതിനെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എന്നാണ് പറയാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. ഈ മൂന്ന് ചലന നിയമങ്ങളാണ് നമുക്കുള്ളത്. മൂന്നാമത്തെ എല്ലാവരും കേട്ടിരിക്കും, പണ്ട് സ്കൂളുകളിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഇതായിരുന്നു മൂന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി ഒന്നും രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മൂന്നാമത്തിലേക്ക് വരാം. ഇപ്പൊ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ഒന്നാമത്തെ ചലന നിയമം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചലന നിയമം എന്താണെന്ന് ആദ്യം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഓണമൊക്കെ കഴിഞ്ഞ സമയമാണ്. ഓണത്തിന് വടംവലിയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ വടംവലിക്ക് എന്തുണ്ടാവും, ഒരു വട ഇങ്ങനെ ഉണ്ടാവും. രണ്ട് ഭാഗത്തും എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ഒരു ടീം വലിക്കും, ഇങ്ങോട്ടേക്ക് ഒരു ടീം വലിക്കും. ഇവിടെ നമ്മുടെ നടുക്കൊരു കയറും കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ കയറ് ആ വരേൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഈ ടീം എന്ത് ചെയ്യും, ജയിക്കും. ദിപ്പറാണെങ്കിൽ ഈ ടീം ജയിക്കും. ആ രീതിയിലാണ് വടംവലി മത്സരം നടക്കുന്നത്. അപ്പൊ ഈ വടംവലി മത്സരത്തിന് ആധാരമായിട്ടുള്ള ഒരു സാധനമാണ് ബലം എന്ന് പറയുന്നത്. ആരാണോ കൂടുതൽ ബലന്മാർ അവരായിരിക്കും എന്ത്, ആ വടംവലി മത്സരത്തിൽ ജയിക്കുക. ഇപ്പൊ ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് ഈ ബലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്രയേ ഉള്ളൂ. ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം ഇങ്ങനെയാണ് പറയുന്നത്: അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം ഇല്ലാത്തിടത്തോളം കാലം ആ വസ്തു നേർരേഖ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരുന്നതാണ്. ഒരു വസ്തു വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ വെറുതെ ഇരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യാം. അതിന് എന്തെങ്കിലും ഒരു ബലം കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കും, അതിന് ചലനം സംഭവിക്കും. അതാണ് ഒന്നാമത്തെ ചലന നിയമം. ഓക്കെ, ഇവിടെ വടംവലിയിൽ രണ്ട് മത്സരാർത്ഥികൾക്കും തുല്യ ബലമാണെങ്കിൽ അവിടെ ചലനമൊന്നും സംഭവിക്കുന്നില്ല. അവർ ആ നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ എന്താണ് റോപ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു ടീമിന് ബലം കൂടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരും. ഇതാണ് ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. ബലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒന്നാമത്തെ ചലന നിയമം ഉള്ളത്. അതായത് അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം ഇല്ലാത്തിടത്തോളം കാലം ഒരു വസ്തു നേർരേഖ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരും. അതിനെയാണ് ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒന്നാണ് ജഡത്വം എന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ജഡത്വം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫാന് ഓണാക്കി. അപ്പൊ ഫാൻ ഓണാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പ് വന്നു. അപ്പം എന്ത് ചെയ്യും, ഇത് ഓഫാക്കും. ഇത് ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കൂലേ. അപ്പൊ അത് ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി
നമ്മൾ നല്ല സ്പീഡിലാണ് ഓടി വരുന്നത്. ഒരു പോയിന്റിൽ പെട്ടെന്ന് പോയിട്ട് നിൽക്കുമോ? ഇല്ലല്ലോ, കുറച്ചും കൂടി ദൂരം മുന്നോട്ടേക്ക് ഓടുമല്ലോ. അപ്പൊ അതിനും എന്താണ്, ജഡത്വമാണ് അതിനും കാരണം. ഇനി ബസ് പെട്ടെന്ന് മുന്നോട്ടേക്ക് എടുക്കുന്ന സ്റ്റോപ്പിൽ നിന്ന്, അപ്പൊ എന്താവും, നമ്മൾ ഒന്ന് പുറകോട്ടേക്ക് പോകും. അപ്പൊ അതിന് കാരണം ജഡത്വമാണ്. ഇനി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നു, എന്താണ്, എല്ലാ യാത്രക്കാരും മുന്നോട്ടേക്ക് പോകും. അപ്പൊ അതും ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി ലോങ് ജമ്പ് ചാടുന്ന ഒരാള് കുറച്ച് സമയം ഓടി വന്നിട്ടല്ലേ ചാടാൻ നിൽക്കുക, അല്ലാണ്ട് നിന്നിടയ്ക്കെന്ന് തുള്ളിക്കഴിഞ്ഞാൽ അത്രയും ദൂരം കിട്ടുമോ? ഇല്ലല്ലോ. നമ്മൾ മത്സരങ്ങളൊക്കെ ടി വിയിലൊക്കെ കാണുന്നതല്ലേ, കുട്ടികളെ സ്കൂളിലൊക്കെ മത്സരങ്ങൾ കാണുന്നതല്ലേ. അപ്പൊ ലോങ് ജമ്പ് ചാടുന്ന താരങ്ങൾ കുറച്ച് ദൂരം ഓടിക്കും. അപ്പൊ ഇതൊക്കെയാണ് ജഡത്വത്തിന് ഉദാഹരണം. അപ്പൊ ഒന്നാം ചലന നിയമം ഉപയോഗിച്ചിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ ജഡത്വം എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഒരു വസ്തുവിന് അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, ഒരു ബാഹ്യബലം വേണം. ആ ഒരു മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മനെ പറയുന്ന പേരാണ് ജഡത്വം. അപ്പൊ ജഡത്വത്തിന് ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. സ്വിച്ച് ഓഫ് ആക്കിയ ശേഷവും ഫാന് കുറച്ച് സമയം കൂടി കറങ്ങുന്നു. ഓടി വരുന്ന ഒരു അത്ലറ്റ് ഓട്ട മത്സരത്തിന്റെ ആ ഒരു പോയിന്റ് കഴിഞ്ഞാലും കുറച്ചും കൂടി ദൂരം മുന്നോട്ടേക്ക് ഓടുന്നു. ദെൻ ലോങ് ജമ്പ് ചാടാൻ വരുന്ന ഒരാള് കുറച്ച് ദൂരം ഓടിയതിന് ശേഷമാണ് ചാടുന്നത്. ദെൻ ബസ് പെട്ടെന്ന് പുറകോട്ടേക്ക് ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ യാത്രക്കാരെ മുന്നോട്ടേക്ക് വീഴുന്നതും, ബസ് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് യാത്രക്കാരെ പുറകോട്ടേക്ക് വീഴുന്നതും ഒക്കെ ഏതിന് ഉദാഹരണമാണ്? നമ്മുടെ ജഡത്വത്തിന് ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ മാവിൻ കൊമ്പ് കുലിക്കുന്ന സമയത്ത് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നുണ്ട്. അപ്പൊ എന്താ, ആ ഒരു പൊസിഷനിൽ അതിനൊരു ബലം കിട്ടിയപ്പോൾ അത് താഴേക്ക് വന്നതാ, സ്വയം വീഴുന്നതല്ലല്ലോ. അപ്പൊ മാവിൻ കൊമ്പ് കുലിക്കപ്പോഴല്ലേ വീണത്. അപ്പൊ അതും ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പൊ ജഡത്വത്തിന് ഉദാഹരണം നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കിയിരിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചലന നിയമത്തിലേക്ക് പോകുന്നു. അപ്പൊ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് ബലമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ജഡത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന് അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം കിട്ടാതെടുത്തോളം കാലം അത് അതിന്റെ നേർരേഖ സമചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരും. അതിനെയാണെന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജഡത്വം. ജഡത്വവും അതിന്റെ ഉദാഹരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചലന നിയമത്തിലേക്കാണ്. രണ്ടാമത്തെ ചലന നിയമം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയേണ്ട ഒരു സാധനമാണ് ആക്കം എന്ന് പറയുന്നത്. എന്താണ് ഈ ആക്കം എന്ന് പറയുന്നത്? ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഞാൻ അത് പറഞ്ഞു തരാം. റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബസ്സും ഓട്ടോറിക്ഷ ഒക്കെ കൂട്ടിയിടിക്കുന്ന കുറെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത് ആർക്കാം? ഓട്ടോറിക്ഷ. കാരണം അതെന്താ, ചെറിയ വാഹനമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആക്കം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കം എന്ന് പറയുന്നത് കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് അതിന്റെ മാസിനെ പ്രവേഗം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. മാസിനെ പ്രവേഗം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആക്കം. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ആക്കം എന്ന് പറയുന്നത്. ആക്കത്തിനെ പി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പൊ എന്താണിത്? ആ ഒരു വസ്തുവിന്റെ മാസിനെ പ്രവേഗം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്കം. അപ്പൊ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം മാസ് കൂടുതലാണ്. ഓക്കെ, ഒരേ പ്രവേഗമാണെങ്കിലും മാസ് കൂടുതലാണ്. ഓട്ടോറിക്ഷനെ സംബന്ധിച്ചിടത്തോളം മാസ് കുറവാണ്. അപ്പൊ ഏതിനാണ് കൂടുതൽ ആഘാതം ഉണ്ടാകുന്നത്? ആ ആഘാതത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്കം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചലന നിയമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാം ചലന നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ആദ്യ ആക്കമായിട്ട് M1 V1 ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊരു വസ്തുവിനുള്ള ആക്കവ്യത്യാസം എന്ന് പറയുന്നത് M2 V2 ആണ്. ഒരേ വസ്തു എടുക്കുന്നതെങ്കിൽ മാസ് ഒരേപോലെ ആയിരിക്കും. അപ്പൊ M1 V1 ആദ്യ ആക്കവും MB2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആക്കമാണെങ്കിൽ അതിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് പിയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എമ്മിൽ നിന്നും B1 അതുപോലെ തന്നെ V2 സാധനം കുറച്ചിട്ട് കിട്ടുന്നതിന് നമ്മൾ അതിനെ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് രണ്ടാം ചലന നിയമം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറയണ്ടോ. ആക്കവ്യത്യാസത്തിന്റെ നിരക്ക്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അനുഭവപ്പെടുന്ന ബലത്തിന്, അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ F സമം M ഇൻറ്റു എ. എന്ന് പറയുന്നത് ത്വരണാണ്. ഇതാണ് രണ്ടാം
ചലന നിയമം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിലനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ ചലന നിയമം. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മുടെ ഈ കോൺക്രീറ്റ് ചട്ടി പിടിക്കുന്ന നമ്മുടെ പണിക്കാറുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഈ ഒരു ഫീൽഡിൽ കുറെ ബംഗാളികളുണ്ട്. അപ്പൊ എന്താ അവരുടെ കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ സിമെന്റ് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ താത്തി പിടിക്കുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാ? ഈ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ എന്താവും? ആഘാതം കുറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതാണ് മൂന്നാം ചലന നിയമം പറയുന്നത്. അപ്പൊ മൂന്നാം ചലന നിയമത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. F12 - F21. അതായത് ഒന്നാമത്തെ വസ്തു മറ്റേ വസ്തുവിൽ ഉണ്ടാക്കുന്ന അസന്തുലിത ബാഹ്യം എന്ന് പറയുന്നത് അത് തുല്യവും വിപരീതമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്ര പഠിക്കണ്ടോ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. ഒരു വസ്തുവിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. 3 ചലന നിയമങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ന്യൂട്ടന്റെ മൂന്നാം നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, മൂന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളാണ്: ഒന്ന്, നമ്മൾ തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുന്ന സമയത്ത് തോണി പുറകോട്ട് പോയിട്ട് നമ്മളെ മുന്നോട്ടേക്ക് ഉന്തി തരുന്നുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ തറയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണമാണെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റ് പല സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രകൃതിയിൽ പലതരത്തിലുള്ള ബലങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ISROയിലെ വിക്ഷേപണമൊക്കെ കാണൂലേ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എന്തുണ്ട്, പുക താഴോട്ടേക്ക്, അതായത് ഒരു തീയും കാര്യങ്ങളും താഴോട്ടേക്ക് നല്ല രീതിയിൽ ബലം കൊടുത്തുകൊണ്ടാണ് അത് ഉയർന്നു പോകുന്നത്. അപ്പോൾ അതും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. പ്രകൃതിയിൽ ഏതൊക്കെ ബലങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബലത്തിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ബലങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട ബലങ്ങളാണ് ഗ്രാവിറ്റേഷണൽ ബലം, ന്യൂക്ലിയർ ബലം, ദെൻ നമ്മുടെ ഇത്തരത്തിലുള്ള ബാക്കി ബലങ്ങൾ. അതായത് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ന്യൂക്ലിയേഷൻ്റെ ഉള്ളിൽ കണങ്ങളുണ്ട്. അപ്പോൾ ആ ന്യൂക്ലിയർ ബലം പ്രകൃതിയിലൊരു ബലമാണ്. കാന്തിക ബലം മറ്റൊരു ബലമാണ്. അതുപോലെ തന്നെ മറ്റ് ഉദാഹരണങ്ങളും അറിഞ്ഞിരിക്കാം. അടുത്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ബലത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ആ ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഘർഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ ഇതിനെ ഫ്രിക്ഷൻ എന്നാണ് പറയാം. ഘർഷണ ബലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഘർഷണ ബലം, അപ്പൊ ഇതൊരു ബലമാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ദോഷമുണ്ടോ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് ഘർഷണ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഇവിടെയുണ്ട്. ആ വസ്തുവിന്റെ മുകളിൽ കൂടി മറ്റൊരു വസ്തുവിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളൊരു ബലം കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തള്ളുന്ന സമയത്ത് ഈ വസ്തു എന്ത് ചെയ്യും, ഇതിനെ എതിർക്കുന്ന തരത്തിൽ, ഇതിനെ ചലനത്തെ എതിർക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ബലം അങ്ങ് പ്രയോഗിക്കും. അപ്പൊ ഇതിനെ നമ്മൾ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ഒരു ബെഞ്ചിന്റെ മുകളിൽ മറ്റൊരു ബെഞ്ച് വെച്ചിട്ട് തള്ളുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷ്മദർശിനി എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രതലം എന്ന് പറയുന്നത് മിനുസായിരിക്കില്ല. ഇതിൽ ഒരുപാട് കുണ്ടുകളും കുഴികളും ഉള്ള തരത്തിലായിരിക്കും ഇതിന്റെ പ്രതലം എന്ന് പറയുന്നത്. ഇതൊരു ബെഞ്ചാണെന്ന് വെച്ചോ. അപ്പൊ ആ ബെഞ്ചിന്റെ ആ ഒരു സമതലം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുണ്ടുകളും കുഴികളും ഉണ്ടാവും. ഇതിന്റെ മുകളിലാണ് അടുത്തൊരു ബെഞ്ചും കൂടി വെക്കുന്നത്. ആ സമയത്ത് എന്തായി, ഈ കുണ്ടിലും കുഴിയിലും എന്താവും, നല്ല രീതിയിൽ എന്തുണ്ടാവും, ഘർഷണ ബലം അനുഭവപ്പെടും. അപ്പോൾ ഒന്നിന്റെ മുകളിൽ തള്ളുന്ന സമയത്ത് മറ്റേതെന്താവും, ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു ബലം പ്രയോഗിക്കും. അതിനെ പറയുന്ന പേരാണെന്ത്, ഘർഷണ ബലം. ഇനി ഘർഷണ ബലം എവിടെയൊക്കെ അനുഭവപ്പെടാം, നമ്മൾ നടക്കുന്നുണ്ട്. നടക്കാൻ കാരണം എന്താ, ഈ ഒരു ഘർഷണ ബലമാണ്. അപ്പൊ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഭൂമി നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പ്രയോഗിക്കുന്ന ആ ഒരു ബലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതൊരു ഘർഷണ ബലത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ദെൻ
യന്ത്രഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടക്കിടക്ക് തേഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിന് കാരണം എന്താണ്? ഈ ഒരു ഘർഷണ ബലമാണ്. രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ഗ്ലാസ് എടുത്ത് പൊന്തിക്കുന്നുണ്ട്. ഓക്കെ, ഘർഷണ ബലം ഇല്ലെങ്കിൽ ഗ്ലാസ് ഊർന്ന് താഴെ വീഴും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആ ഒരു ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഞാൻ ഈ ഒരു പേന പിടിക്കുന്നുണ്ട്, ഇതിന് കാരണം എന്താണ്? ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഘർഷണ ബലം നിത്യജീവിതത്തിൽ പല സ്ഥലത്തും ഉണ്ട്, എല്ലാവിടെയും ഉണ്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ ഘർഷണ ബലം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ നോക്കണം. ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. നമ്മൾ ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഒക്കെ വീഴാതെ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു വസ്തുവിനെ പിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ കാരണം നമ്മുടെ ഘർഷണ ബലം. ഇനി ഇത് കാരണമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? തേയ്മാനം സംഭവിക്കുന്നു. നമ്മൾ ടയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തേഞ്ഞു പോകുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ലേ? ഇനി ഒരു കത്തി തന്നെ നോക്ക്, ധാരാളം പച്ചക്കറി അറിയുന്ന സമയത്ത് ആ കത്തിയുടെ അഗ്രഭാഗം എന്തായിട്ടുണ്ടാവും? അത് തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് യന്ത്രഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതൊക്കെ ഘർഷണ ബലം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ കൂടുതൽ ഉദാഹരണങ്ങളുണ്ട്, അതൊന്ന് വായിച്ചു പഠിക്കാം. അപ്പൊ ഇനി ഈ ഒരു ഘർഷണ ബലം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. അതായത് നമ്മള് ഘർഷണ ബലം എന്ന് പറയുന്നത് ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവമുണ്ട്. ഘർഷണ ബലം ഒരു പ്രതലത്തിന്റെ മുകളിലൂടെ മറ്റൊരു പ്രതലം ഇങ്ങനെ തള്ളി മാറ്റുന്ന സമയത്ത് അനുഭവപ്പെടുന്നതാണ് ഘർഷണ ബലം. അപ്പൊ ഇതുകൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഘർഷണ ബലം കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പൊ ഈ ഘർഷണ ബലം കുറക്കാൻ വേണ്ടിയെങ്കിൽ നമ്മുടെ വാഹനങ്ങള്, ബസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഗ്രീസ് ഇടുന്നത് നിങ്ങൾ കാണും. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള യന്ത്രഭാഗങ്ങളുടെ തേയ്മാനം കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? ഗ്രീസ് പോലുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പിയിൽ വെള്ളം വലിക്കുന്ന സമയത്ത്, പഴയ കാലത്ത് സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഇടക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഇടും. അപ്പൊ ഇത്തരത്തിൽ ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. അത് ദ്രാവക രൂപത്തിലായാൽ അതിനെ പറയുന്ന പേരാണ് സ്നേഹകങ്ങൾ. എന്താണ്? സ്നേഹകങ്ങൾ. അപ്പോ ഘർഷണ ബലം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദ്രാവകങ്ങളാണ് സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഘർഷണ ബലം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖരരൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അപ്പൊ വസ്തുക്കൾക്കിടയിലുള്ള ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടെ സ്നേഹകങ്ങൾ എന്ന് പറയുന്നു. സ്നേഹങ്ങൾക്ക് ഉദാഹരണമാണ് എഞ്ചിൻ ഓയിൽ, വെളിച്ചെണ്ണ തുടങ്ങിയവ. അതുപോലെ തന്നെ ഖരരൂപത്തിലും സ്നേഹകങ്ങളുണ്ട്. ഖരരൂപത്തിലുള്ള സ്നേഹത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഘർഷണ ബലം നമ്മുടെ ദ്രാവക പാളികൾക്കിടയിലും അനുഭവപ്പെടാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, പഴയ കാലത്ത് പാലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാലിൽ വെള്ളം ചേർത്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നഖത്തിന്റെ സൈഡിൽ നമ്മൾ ഉറ്റിച്ചു വെക്കും. എന്നിട്ട് ഇതിങ്ങനെ താഴോട്ടേക്ക് ആക്കുന്ന സമയത്ത് വേഗത്തിൽ പാൽ ഒലിച്ചു പോയി കഴിഞ്ഞാൽ, പാലിന്റെ തുള്ളി ഒലിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടെന്ന് അറിയാം. അത് നല്ല കട്ടിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നറിയാം. അപ്പൊ മായം കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയായിരുന്നു അത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ദ്രാവകങ്ങളിൽ ഈ ഘർഷണ ബലം അറിയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രാവകങ്ങളിൽ അറിയപ്പെടുന്ന ഘർഷണ ബലത്തിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി. പേരറിഞ്ഞിരിക്കുക, വിസ്കോസിറ്റി. അതായത് ദ്രാവകത്തിനുള്ളിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തെ നമ്മൾ പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വിസ്കോസിറ്റി കൂടിയത്, അതായത് ഘർഷണ ബലം കൂടിയ ദ്രാവകങ്ങൾ നമ്മൾ വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് പറയാം. നെയ്യ്, തേന് തുടങ്ങിയവയൊക്കെ നമ്മുടെ വിസ്കസ് ദ്രാവകങ്ങളാണ്. ഇനി ഈ വിസ്കസ് ദ്രാവകങ്ങൾക്ക് പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു ആവണക്കെണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ്? വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അതിനെ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. ഇനി ഈ ഒരു വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളുണ്ട്, അതായത് വേഗത്തിൽ ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ദ്രാവകങ്ങൾ. നമ്മുടെ പച്ചവെള്ളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഒലിച്ചു പോകും. അതിൽ ഘർഷണ ബലം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ദ്രാവകങ്ങൾ പറയുന്ന പേരാണ് മൊബൈൽ ദ്രാവകങ്ങൾ. ഇപ്പൊ മൊബൈൽ ദ്രാവകങ്ങളും വിസ്കസ് ദ്രാവകങ്ങളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകരുത്. വേഗത്തിൽ ഒഴുകി പോകുന്നത് മൊബൈൽ ദ്രാവകങ്ങളും, എന്നാൽ ഘർഷണ ബലം കൂടിയിട്ടുള്ള ദ്രാവകങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് വിസ്കസ് ദ്രാവകങ്ങൾ. ഇപ്പൊ ദ്രാവക പാളികൾക്കിടയിലുള്ള ഘർഷണ ബലത്തിന് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഉദാഹരണങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ ചലനവും ഊർജവും എന്ന് പറയുന്ന ഒരു അധ്യായമാണ് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഘർഷണ ബലത്തിൽ നിന്ന് കുറച്ചും കൂടി ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതില്
ഘർഷണബലം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചോദിക്കും. അപ്പം അതിൽ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ആകൃതി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. വിമാനത്തിൻ്റെ ഒക്കെ ആകൃതി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായു ഘർഷണമായിട്ട് പോകുന്ന ഒരു സാധനമാണ് ഈ വിമാനം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മുഖഭാഗം നോക്കിക്കഴിഞ്ഞാൽ കൂർത്ത പോലെ ആക്കിയിട്ടുണ്ടാവും. ബസ്സിൻ്റെയും കാറിൻ്റെ ഒക്കെ മാറ്റാണ്. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം ഈ ഒരു പരിപാടിനെ പറയുന്ന പേരാണ് ധാരാരേഖിതമാക്കൽ. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളുടെ ഷേപ്പുകൾ മാറ്റുന്നത്. കപ്പലിൻ്റെ ഒക്കെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ, വഞ്ചിയുടെ ഒക്കെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ സൈക്കിളുകളിൽ ഓയിൽ ഇട്ട് കൊടുക്കുക, യന്ത്രഭാഗങ്ങൾക്ക് ബിയറിങ്ങുകൾ കൊടുക്കുക. ഇതൊക്കെ ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ചലനവും ഊർജ്ജത്തിലെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആദ്യം തന്നെ ചലനം എന്താന്ന് പറഞ്ഞു, ദൂരം പറഞ്ഞു, സ്ഥാനാന്തരം പറഞ്ഞു, പ്രവേഗം, വേഗത, എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ യൂണിറ്റുകൾ, അതിനുശേഷം ഒരു ത്രികോണം വരച്ചിട്ട് ഒരാൾ പോയിട്ടുള്ള ദൂരവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ന്യൂട്ടൻ്റെ സമവാക്യത്തിലേക്കും നിയമത്തിലേക്കും വന്നിട്ടുള്ളത്. പിന്നെ ഘർഷണ ബലമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാഠപുസ്തകത്തിൻ്റെ പുറകുവശത്ത് കൊടുത്തിട്ടുള്ള പാഠത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റായിട്ട് ചോദിക്കാം, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.